തമ്പനയിൽ കണ്ടിട്ട് എന്നാന്ന് വിചാരിക്കേണ്ട, പിക്ചറിൽ കണ്ട പോലെ നമ്മൾ കല്ലുമ്മക്കായ് തന്നെയാണ് സാധനം. പല രീതിയിലാക്കുന്നതുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്റ്റൈലാണ്. അതായത് നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ആക്കുന്ന നല്ല കിടിലോ കല്ലുമ്മക്കായ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, കല്ലുമ്മക്കായ് ആദ്യം തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കുക. അതിൻ്റെ സൈഡിലൊക്കെ ഒരു നൂല് പോലത്തെ സാധനം ഉണ്ടാവും. അത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ വയറുവേദന എന്തായാലും വരും. അപ്പോൾ നല്ല രീതിയിൽ കല്ലുമ്മക്കായ് ക്ലീനാക്കി വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും അരി കുതിർത്തി വെക്കുക. ഇതിന് നമ്മൾ ആക്കുന്നത് ഗ്രൈൻഡറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈപ്പ് അരി കുതിർത്തിയിട്ടാക്കുന്നത്. അല്ലാണ്ട് പൊടിച്ച പത്തിരിക്ക് പൊടിച്ച് വെച്ച അരിപ്പൊടി കൊണ്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രൈൻഡറിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർത്തി വെച്ച അരിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 1/2 കഷ്ണം ഉള്ളി, പിന്നെ 2 ടീസ്പൂണോളം ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞാലും കടിക്കാൻ വേണ്ടിയിട്ട് ഇടും. അപ്പോൾ ഇതൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കറിവേപ്പില കഷ്ണങ്ങളാക്കി ഇട്ട് നല്ലോണം ഇതേപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് കല്ലുമ്മക്കായൻ്റെ അതേ ഷേപ്പിൽ തന്നെ കുഴച്ചെടുക്കണം. കല്ലുമ്മക്കായ ഏത് ഷേപ്പിലാണോ ആ ഒരു ഹാർഡ് ഷേപ്പിലാണ് അതിൻ്റെ ഉൾഭാഗം ഓപ്പൺ ആക്കിയിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ നറുക്കണം. എന്നാലേ കല്ലുമ്മക്കായ് കാണാനൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ ആ നീളത്തിൽ തന്നെ വിടർത്താണ്ട് നീളത്തിൽ തന്നെ നറുക്കുന്നവരുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ് കാണാനൊരു ഭംഗിയുണ്ട്, കഴിക്കുന്നത് പോലെ കാണാനൊരു ഭംഗിയുണ്ട്. ആ ഭംഗി കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ നറുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഫുള്ളായിട്ട് അതേ ഷേപ്പിൽ തന്നെ നിറച്ചെടുക്കുക. എൻ്റെ മോനാണ് സൗണ്ടാക്കുന്നത്. അപ്പോൾ അവന് കൈമന്ന് കീയില്ല, ഒരു പണിയെടുക്കാൻ വിടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൊണ്ട് പോയി ഇരുത്തിയാൽ അങ്ങനെ അങ്ങ് കളിച്ച് പോയിക്കോളും. അതുകൊണ്ടാണ് അവനെ സൈഡിൽ ഇരുത്തിയിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കല്ലുമ്മക്കായ് നിറക്കുക. ഇത് ഏറ്റവും ഫ്രൈ ആക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് അടുപ്പിൽ ഇരുമ്പിൻ്റെ ഉള്ളിൽ പൊരിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഗ്യാസിൽ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇരുമ്പോടിലാണെങ്കിൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് കല്ലുമ്മക്കായ് ഇതേ ഷേപ്പിൽ തന്നെ നിറച്ച് നന്നായി സ്റ്റീം ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇത് വേവണം. അതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. ഗ്യാസ് പോകുന്നതറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം ഇത് വേവണം. അതിൻ്റെ ഒരു മുകളിൽ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. ആ രീതിയിൽ ഓടിന്ന് വേറെ വിട്ട് നിൽക്കണം അരി അത്രത്തോളം വേവണം. വെന്തിട്ടാകുമ്പോൾ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഫോളോ ആക്കി സബ്സ്ക്രൈബ് എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കണ്ണൂരുകാർക്ക് അറിയുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് കാണണ്ടെന്ന് പറഞ്ഞത്.